ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 31-ാമത്തെ അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കർത്താവ് ഈ പ്രഭാതത്തിൽ ക്ഷണിക്കുകയാണ്. അവിടെ ദൈവവചനം ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: കണ്ണുനീരോടെയാണ് അവർ വരുന്നത്, ഞാൻ അവരെ ആശ്വസിപ്പിച്ച് തിരിച്ചയക്കും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ കാലങ്ങളിൽ മാസങ്ങളായി, വർഷങ്ങളായി കണ്ണുനീരിൻ്റെ സമുദ്രത്തിൽ വിങ്ങിപ്പൊട്ടുന്ന മനസ്സുകളുമായിട്ടാണ് നാം ഈ ആദ്യ വെള്ളിയാഴ്ച സിഹിയോൻ ധ്യാന കേന്ദ്രത്തിൻ്റെ പ്രധാനപ്പെട്ട ബലിപീഠത്തിൻ്റെ മുൻപിൽ അവിടുന്ന് പാളയമടിച്ച് ഇരിക്കുന്നതിൻ്റെ മുൻപിൽ ദൈവം പറയുകയാണ്, കേരളത്തിൻ്റെ കിഴക്ക് നിന്ന്, പടിഞ്ഞാറ് നിന്ന്, വടക്ക് നിന്ന്, തെക്ക് നിന്ന് ഒരു പറ്റം ജനത്തെ ഈ മലമുകളിൽ സ്ഥാപിതമായിരിക്കുന്ന സിഹിയോൻ ധ്യാന കേന്ദ്രത്തിലേക്ക് ഞാൻ അയച്ചിട്ടുണ്ട്. ആ ജനത്തെ നോക്കി പ്രഭാതത്തിൽ നീ പറയേണ്ടത് ഇന്നതായിരിക്കണമെന്ന് കർത്താവ് അവിടുന്ന് സംസാരിച്ചു. എന്താണ് സംസാരിച്ചത്? കണ്ണുനീരാൽ കുതിർന്ന ജീവിതങ്ങൾക്ക് ആശ്വാസം കൊടുക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പ്രിയപ്പെട്ട ദൈവപൈതലേ, കണ്ണുനീരിന് ബൈബിളിൽ ദൈവം വലിയ വില കൊടുക്കുന്നുണ്ട്. ബൈബിളിന്റെ ചരിത്ര പശ്ചാത്തലം എടുത്ത് പരിശോധിക്കുമ്പോൾ ബൈബിളിൽ ദൈവത്തിന്റെ മുമ്പിൽ, യേശുക്രിസ്തുവിന്റെ മുമ്പിൽ നീലാലംബരായി, വേദനയോടെ, ദുഃഖത്തോടെ തളർന്നു വരുന്ന ഒരു ജനത്തിന്റെ മുമ്പിൽ ദൈവം ആശ്വാസമായി മാറുന്ന അനുഗ്രഹത്തിന്റെ സുവിശേഷ ദൂതുകൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിന്റെ ഏത് തകർച്ചയുടെ നടുവിൽ നിന്നാണ് ഇന്ന് നാം ഇവിടെ വന്നിരിക്കുന്നതെങ്കിൽ, ഏത് ദുഃഖത്തിന്റെ നടുവിലാണ് നീ വന്നിരിക്കുന്നതെങ്കിൽ, ഏത് കണ്ണുനീരിന്റെ നടുവിൽ നിന്നാണ് ഇന്ന് നീ ഇവിടെ വന്നിരിക്കുന്നതെങ്കിൽ, നിന്റെ കണ്ണുനീര് തുടച്ചെടുത്ത് കണ്ണുനീരിന് പകരം ആശ്വാസദായകമായ കരസ്പർശനം കൊടുത്തുകൊണ്ട് ദൈവമക്കളെ അവിടുന്ന് പറഞ്ഞു വിടുന്ന ദൈവത്തിന്റെ മുമ്പിലാണ് നാം വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു സംഭവം ബ്രദർ ഓർക്കുകയാണ്. കഴിഞ്ഞ മാർച്ച് 13-ാം തീയതി ബഹുമാനപ്പെട്ട സേവ്യർ ഖാൻ വട്ടായിലച്ചൻ്റെ കൂടെ ഓസ്ട്രേലിയയിലേക്ക് പോകുവാൻ കർത്താവ് ഒരു അനുഗ്രഹം നൽകി. അതിൽ ഓസ്ട്രേലിയയിലേക്ക് പോയപ്പോൾ അവിടെ ബ്രിസ്ബൺ എന്ന് പറയുന്ന സ്ഥലത്ത് 2 ദിവസത്തെ ഒരു കൺവെൻഷൻ ബഹുമാനപ്പെട്ട സേവ്യർ ഖാൻ വട്ടായിലച്ചൻ അവിടെ നടത്തി. ആ നടത്തിയ കൺവെൻഷനിൽ ഒരു ഭാര്യയും ഭർത്താവും അച്ഛൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം എന്നെ കാണുവാനായിട്ട് വന്നു. ഒരു 12 വർഷത്തിൻ്റെ കണ്ണുനീരാണ് അവരുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ സമുദ്രമായി നിലകൊള്ളുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും മുമ്പിലും വർഷങ്ങളുടെ കണ്ണുനീരിൻ്റെ ഒരു സമുദ്രമുള്ള ദൈവമക്കളെ ഇവിടെ കാണും. എന്നാൽ ദുഃഖസമുദ്രത്തിൻ്റെ വേദനയിൽ മുഴുകിയിരിക്കുന്ന ആ കുടുംബം, അവരുടെ വിവാഹം കഴിഞ്ഞ് ഏകദേശം 20 വർഷത്തിന് മീതെ ആയി. 12 വർഷമായി ആ സഹോദരി ഒരു നിത്യരോഗിയാണ്. BSc നേഴ്സാണ്. ഭാര്യയ്ക്കും ഭർത്താവിനും ജോലിയുണ്ട്. ഈ കൺവെൻഷൻ ദിവസങ്ങളിൽ 12 വർഷക്കാലമായി മരുന്നിൻ്റെ പിടിയിലമർന്ന് വേദനിച്ച് തകർന്ന ഒരു കുടുംബമാണ് അവിടെ വന്നത്. അവർ വന്നപ്പോൾ
ആ സഹോദരി ഇരുന്ന് നിലവിളിക്കുകയാണ്. ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ കണ്ണിൽ നിന്നിങ്ങനെ കണ്ണുനീര് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ച് ജീവിതത്തിൻ്റെ ഒരുപാട് സംഭവങ്ങളിലേക്ക് കടന്നുപോയി. പ്രിയപ്പെട്ടവരെ, ആ സഹോദരിയുടെ രോഗാവസ്ഥ എന്ന് പറഞ്ഞാൽ നട്ടെല്ലിലെ ഡിസ്കിന് തേയ്മാനം വന്ന് ഒരു വെയിറ്റുള്ള ഒരു വസ്തു എടുക്കുവാനോ കനപ്പെട്ട ഒരു ജോലി ചെയ്യാനോ മറ്റുള്ളവരുടെ പരസഹായത്തോടുകൂടി ജീവിതം കടത്തിവിടുന്ന ഒരു മകള്. ഭർത്താവ് വേണം ബാത്റൂമിൽ വെള്ളമിറക്കി വയ്ക്കുവാൻ. ഇങ്ങനെ എല്ലാ തലങ്ങളിലും തളർന്ന് ജീവിതത്തിന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് രോഗത്തിന്റെ പിടിയിൽ അമർന്നുപോയി എല്ലാ വൈദ്യശാസ്ത്രത്തിന്റെ മുമ്പിലും അവൾ കടന്നു ചെന്നു. എന്നാൽ അവർക്കൊന്നും അവളെ തൊടാൻ കഴിഞ്ഞില്ല. എന്നാൽ ദൈവത്തിന്റെ തിരുമുമ്പിൽ ഒരു മനുഷ്യനെ സുഖപ്പെടുത്തുവാൻ, ഒരു മനുഷ്യന് വിടുതൽ കൊടുക്കുവാൻ ദൈവത്തിനൊരു സമയമുണ്ട്. ദൈവത്തിനൊരു സമയമുണ്ട്. ദൈവത്തിനൊരു ദിവസമുണ്ട് ഒരു ദൈവ പൈതലിന് വിടുതൽ കൊടുക്കുവാൻ. ആ ദൈവത്തിന്റെ സമയം അന്നായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഏതാനും സമയം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് എനിക്കൊരു വെളിപ്പെടുത്തൽ നൽകി. നട്ടലിലുള്ള ഡിസ്കിലുള്ള ആരാലും തൊട്ട് സുഖപ്പെടുത്താൻ കഴിയാത്ത ഈ വേദന ഇതാ അപ്രത്യക്ഷമായി പോകുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, 1 മണിക്കൂറിന് ശേഷം ദൈവത്തിന്റെ ആത്മാവ് ഒരു പ്രേരണ നൽകി. ഈ മകളോട് മുട്ടുകുത്താൻ പറഞ്ഞു. അവൾ ഭയത്തോടുകൂടി വിഷമത്തോടുകൂടി 12 കൊല്ലമായി മുട്ടുകുത്താത്തവള് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു, നീ മുട്ടുകുത്തുക എന്ന്. അവൾ യേശുവിന്റെ നാമത്തിൽ അവൾ മുട്ടുകുത്തി. മുട്ടുകുത്തിയ സമയം അവൾ പറഞ്ഞ ഒരു സംഭവമുണ്ട്. അവൾ പറഞ്ഞു, ഇതാ നട്ടലിൽ നിന്ന് ആരോ ഒരു തട്ട് തട്ടി അത് യഥാർത്ഥ സ്ഥാനത്തേക്ക് ഇടുന്ന ഒരു അനുഭവം. ആ സമയം ശരീരത്തിൽ ഹീലിംഗ് അവൾ അനുഭവിച്ചു. കൈയടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വച്ചിരിക്കുന്നു, കണ്ണുനീരോടെയാണ് അവർ വരുന്നത്, അവരെ ഞാൻ ആശ്വസിപ്പിച്ച് തിരിച്ചയക്കും. 12 വർഷമായി രോഗത്തിന്റെ മുമ്പിൽ കണ്ണുനീർ വാർന്നൊലിച്ച് കണ്ണുനീരിന്റെ ഒരു സമുദ്രമായി നീന്തി കുടിക്കുന്ന അവളുടെ ജീവിതത്തിന്റെ മുൻപിൽ കർത്താവ് തൊടുവാൻ അവൾക്കൊരു ദിവസമുണ്ടായിരുന്നു. കർത്താവ് സ്പർശിക്കുവാൻ അവൾക്കൊരു സമയമുണ്ടായിരുന്നു. ആ സമയത്തിൽ അവളുടെ ശരീരം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവൾ വിടുതൽ പ്രാപിച്ചു. വീണ്ടും സങ്കീർത്തനത്തിന്റെ പുസ്തകത്തിൽ ഇപ്രകാരം എഴുതി വച്ചിരിക്കുകയാണ്. സങ്കീർത്തനം 56:8 ദൈവവചനം ഇപ്രകാരം എഴുതി വച്ചിരിക്കുന്നു, അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണി തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ദുഃഖത്തിന്റെ നടുവിൽ കണ്ണുനീരിന്റെ നടുവിൽ കഴിയുന്നൊരു മനുഷ്യൻ അലച്ചിലുള്ളവനാണ്. കണ്ണുനീരിന്റെ നടുവിൽ, കഷ്ടപ്പാടുകളുടെ നടുവിൽ, ദുഃഖത്തിന്റെ നടുവിൽ കഴിയുന്ന മനുഷ്യൻ ഈ ലോകത്തിൽ അലച്ചിലുകൾ ഉള്ളവനാണ്. എന്നാൽ ബൈബിൾ നമുക്ക് മുന്നറിയിപ്പ് തരുന്നു, ദുഃഖത്തിലും കണ്ണുനീരിലും വേദനയിലും നിരാശയിലും നീ അലഞ്ഞു നടക്കുമ്പോൾ നിന്നെ സൃഷ്ടിച്ച ദൈവം ദൈവവചനത്തിലൂടെ സംസാരിക്കുകയാണ്, നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണി തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു സംഭവത്തിന്റെ പേരിൽ, ഒരു വേദനയുടെ പേരിൽ, ഒരു സാമ്പത്തിക തകർച്ചയുടെ പേരിൽ, ഒരു ഭവനമില്ലാത്തതിന്റെ പേരിൽ, മക്കളുടെ തകർച്ചകളുടെ പേരിൽ നീ ഇന്നോളം വരെ അലഞ്ഞ് മുട്ടുകൊഴഞ്ഞൊരു വ്യക്തിയാണെങ്കിൽ, തളർന്നു പോയൊരു ശരീരമാണെങ്കിൽ,
അലച്ചിലുകൾക്ക് ഉത്തരം കിട്ടാതെ പലയിടങ്ങളിലേക്കും ഓടിപ്പോയി മനസ്സ് മുഴുവൻ തളർന്നിട്ടാണ് ഇന്ന് നീ സിയോന്റെ ഈ ആലയത്തിൽ ഇരിക്കുന്നതെങ്കിൽ നിന്നെ നോക്കി ദൈവം പറയുകയാണ്, ഇന്നോളം വരെ നീ അലഞ്ഞു നടന്ന നിന്റെ അലച്ചിലുകൾ എണ്ണിയവന്റെ മുമ്പിലേക്കാണ് നീ ഇന്നിവിടെ വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, നിന്റെ കണ്ണുനീർ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. എന്താണ് പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യന്റെ കണ്ണുനീർ കുപ്പിയിൽ ശേഖരിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ? നാം ഒക്കെ കരുതും ഒരുപക്ഷെ കരയുന്ന കണ്ണുനീരിന് അളവുണ്ടോ? പ്രൈസ് ദി ലോർഡ്. എന്നാൽ നീ കരയുന്ന കണ്ണുനീരിന് അളവെടുക്കുന്നവനാണ് നിന്റെ ദൈവം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് മനുഷ്യന്റെ കണ്ണുനീരിന്റെ അളവ്, കർത്താവ് കൊടുത്തിരിക്കുന്ന അളവ് പാത്രം ഇതാണ്. നിന്റെ കണ്ണുനീർ ഞാൻ എൻ്റെ കുപ്പിയിൽ ശേഖരിച്ചു വെച്ചിരിക്കുകയാണ്. കർത്താവ് നിന്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ടെങ്കിൽ, കർത്താവ് നിന്റെ കണ്ണുനീർ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ടെങ്കിൽ, അതിന്റെ പുറകിൽ ഒരു അത്ഭുതത്തിന്റെ ദിവസമുണ്ടെന്ന് നീ തിരിച്ചറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് സങ്കീർത്തകൻ പറയുകയാണ്, നിന്റെ അലച്ചിലുകൾ എണ്ണി തിട്ടപ്പെടുത്തിയ ദൈവം, കണ്ണുനീർ ഗണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ച ദൈവം, ആ ദൈവത്തിന് നിന്റെ കണ്ണുനീരിനും നിന്റെ അലച്ചിലിനും ഇടപെടുവാൻ ദൈവത്തിനൊരു സമയമുണ്ട്. ആ സമയമാണ് ഇന്ന്, ഇപ്പോൾ, ഇവിടെ ഇരിക്കുന്ന നിന്റെ ജീവിതം. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വീണ്ടും വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈശോയെ സംബന്ധിച്ചിടത്തോളം, ദൈവത്തെ സംബന്ധിച്ചിടത്തോളം, ഒരു പാവപ്പെട്ടവൻ കരയുക എന്ന് പറഞ്ഞാൽ ദൈവവും കൂടെ ഇരുന്ന് കരയുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നാം കരഞ്ഞാൽ ദൈവം നമ്മോടൊപ്പം കരയും. എന്തുകൊണ്ടാണ് മനുഷ്യൻ കരയുന്നതിൻ്റെ കാരണം? സന്തോഷമുണ്ടെങ്കിൽ മനുഷ്യൻ കരയോ? സർവ സംവിധാനങ്ങളും സർവതരത്തിലുള്ള ബാങ്ക് ബാലൻസും ഉയർന്നൊരു ജീവിതവും സമ്പാദ്യങ്ങളും ഉയർന്ന വാഹനങ്ങളും ജോലിയും എല്ലാ തരത്തിലും സമൃദ്ധി അനുഭവിക്കുന്നവൻ ഈ ലോകത്തിൽ കണ്ണുനീരില്ലാത്തവനാണ്. എന്നാൽ പാവപ്പെട്ടവനും ദരിദ്രനുമായി ജീവിക്കുന്ന മനുഷ്യന്റെ കണ്ണിൽ കണ്ണുനീരുണ്ടെങ്കിൽ ആ കണ്ണുനീരാണ് ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കുവാനുള്ള ഒരു ഔഷധമെന്ന് നീ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കുവാൻ ദൈവം മനുഷ്യനിൽ നിന്ന് സ്വീകരിക്കുന്ന ഔഷധം മനുഷ്യന്റെ കണ്ണുനീരാണ്. കണ്ണുനീരാണ് ഈ ബലിപീഠത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുവാൻ ഉപയോഗിക്കുന്ന ഔഷധമെന്ന് നീ തിരിച്ചറിയണം. കരഞ്ഞാൽ നഷ്ടമുണ്ടോ? കരഞ്ഞാൽ നഷ്ടമുണ്ടോ? അതുകൊണ്ട് ഇന്നിവിടെ വന്നവർ ഈറനണിഞ്ഞ കണ്ണോടെയാണ് വന്നിരിക്കുന്നതെങ്കിൽ, ക്ഷീണം നിറഞ്ഞ കണ്ണോടെയാണ് വന്നിരിക്കുന്നതെങ്കിൽ, മനസ്സ് മുഴുവൻ തളർന്നിട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ, കരഞ്ഞ് കരഞ്ഞ് കണ്ണുകുഴഞ്ഞ കൺതടമാണ് നിന്റേതെങ്കിൽ, ആ കണ്ണുനീര് കുപ്പിയിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്നവൻ നിന്റെ വേദനയോട് ചേർത്ത് ഈ ബലിക്കല്ലിൽ ഒരു ഔഷധമായൊരു ബലിയർപ്പണത്തിൽ ഇന്ന് നിനക്കൊരു സൗജന്യ സന്തോഷവും ആശ്വാസവും സൗഖ്യവും തരുവാൻ അത് കർത്താവ് ഉപയോഗിക്കുന്ന ദിവസമാണ് ഇന്ന്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ബൈബിളിന്റെ ചരിത്ര പശ്ചാത്തലത്തിൽ യോനായുടെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ വചനം ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു. എന്താണ് 2-ാമത്തെ വാക്യത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്? പാതാളത്തിൽ വലിച്ചെറിയപ്പെട്ട യോന പ്രവാചകൻ പാതാളത്തിന്റെ ഉദരത്തിൽ വിഴുങ്ങപ്പെട്ടപ്പോൾ പാതാളത്തിൽ കിടന്ന്
അവൻ തന്റെ ദൈവത്തോട് നിലവിളിച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കടലിലേക്ക്, നടുക്കടലിലേക്ക്, പാതാളത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട യോന പ്രവാചകൻ പ്രതികൂലത്തിന്റെ സാഹചര്യത്തിൽ, ആരാലും രക്ഷിക്കാൻ പറ്റാത്ത സാഹചര്യത്തിന്റെ നടുവിൽ പ്രതികൂലങ്ങൾ അവനെ വലയം ചെയ്തപ്പോൾ അവൻ മൗനം പാലിക്കുകയല്ല ചെയ്തത്. അവൻ കടലിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ കടലിന്റെ അഗാധ ഗർത്തം അവനെ വിഴുങ്ങിയപ്പോൾ യോന പാതാള പാർശ്വത്തിൽ കിടന്ന് അവൻ ദൈവത്തെ നിലവിളിച്ച സമയം പ്രതികൂലങ്ങളുടെ നടുവിൽ കണ്ണുനീര് കണ്ട ദൈവം അവനെ പാതാളത്തിൽ നിന്ന്, കടലിന്റെ അഗാധ ഗർത്തത്തിൽ നിന്ന് പൊക്കിയെടുത്ത് രക്ഷയുടെ നടുവിൽ കൊണ്ടെത്തിക്കുന്ന ഒരു ദൈവത്തെ, കടലിൽ ഇടപെട്ട ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവവൈതലേ, ഒരുപക്ഷെ ദുഃഖകരമായൊരു കടലിന്റെ നടുവിൽ, പ്രതിസന്ധി ഘട്ടത്തിൽ, ആർക്കും എന്നെ രക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരു നടുക്കടലിൽ വീണതുപോലെ ഇന്ന് നീ നിൽക്കുന്നൊരു വ്യക്തിയായിരിക്കാം. ഇന്ന് നീ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. എന്നാൽ നിന്നെ നോക്കി ദൈവം പറയുകയാണ്, പാതാളത്തിന്റെ ഗർത്തത്തിൽ തകർന്നു പോയവനെ പൊക്കിയെടുത്തവൻ നിന്റെ അരികിലില്ലേ? ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവ പൈതലേ, പ്രതികൂല സാഹചര്യത്തിന്റെ നടുവിൽ ഒരു കയറ് കിട്ടിയാൽ തൂങ്ങാമെന്ന് വിചാരിച്ച് മാസങ്ങളായി ആത്മഹത്യക്ക് വേണ്ടി ചിന്തിച്ച് ജീവിതത്തിൽ കണക്ക് കൂട്ടിയിരിക്കുന്ന ആരെങ്കിലും ഇപ്പോൾ ഈ പ്രഭാതത്തിൽ ഈ വചനത്തിന്റെ ദൂതന്റെ മുമ്പിൽ ഇരിപ്പുറച്ചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിന്നോട് നോക്കി ദൈവം പറയാണ്, നിന്റെ പ്രതികൂലത്തിന്റെ നടുവിൽ നീ ചുമ്മാ ഇരിക്കാതെ ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് യോന വിളിച്ചതുപോലെ നീ ഇന്ന് വിളിച്ചാൽ നിന്റെ അഗാധ ഗർത്തത്തിൽ നിന്ന് നിന്നെ കരം പിടിച്ചുയർത്തുന്ന ഒരു ദൈവം നിന്റെ മുമ്പിലുണ്ട്. നിന്റെ മുമ്പിലുണ്ട്. ആ ദൈവത്തിനെ നിന്നെ പൊക്കിയെടുക്കുവാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പൊക്കിയെടുത്ത ഒരു കുടുംബത്തിന്റെ ഒരു സംഭവം എൻ്റെ ഓർമ്മയിലേക്ക് വരികയാണ്. 20 കോടി രൂപ കടബാധ്യതയുള്ള ഒരു കുടുംബം സിഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാൻ വന്നു. 20 കോടി രൂപയാണ് കടബാധ്യത. ഇദ്ദേഹം ജീവിതത്തിൽ എല്ലാ വഴികളും മുട്ടി നിൽക്കുന്ന ഒരു മനുഷ്യൻ തന്റെ മരണത്തിന്റെ ഡേറ്റ് നിശ്ചയിച്ച് കുടുംബത്തിൽ മക്കൾക്കും ഭാര്യയ്ക്കും കുടുംബത്തിന് മുഴുവൻ പോയ്സൺ കൊടുത്ത് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ജീവിതം ഒതുക്കി തീരുമാനമെടുത്ത ഒരു മനുഷ്യൻ. അതാണ് പറഞ്ഞത്, ദൈവത്തിന് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇടപെടാൻ ഒരു ദിവസമുണ്ട്, ഒരു സമയമുണ്ട്. ഈ കുടുംബം ഇവിടെ വന്നു. ഈ കുടുംബം ഇവിടെ വന്നപ്പോൾ വലിയ നിരാശയുടെ നടുവിലാണ് അവർ. നമ്മൾ ആശ്വസിപ്പിച്ചാൽ ആശ്വസിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ദുഃഖ സമുദ്രത്തിൽ മുഴുകിക്കിടക്കുന്ന ഒരു കുടുംബം, അടിത്തറ പിളർന്ന കുടുംബം, പിടിവള്ളിയില്ലാത്ത കുടുംബം, ശത്രുക്കൾ പാളയമടിച്ചിരിക്കുന്ന കുടുംബം, ശത്രുക്കളുടെ രോദനം കേട്ട് കാതുകൾ തൈമ്പിച്ചൊരു കുടുംബം. ആ കുടുംബത്തിന്റെ നടുവിൽ സിഗിയോൻ ധ്യാന കേന്ദ്രത്തിലേക്കാണ് അവർ വന്നത്. അവർ വന്നു. ബഹുമാനപ്പെട്ട സേവ്യർ ഖാൻ വട്ടായിലച്ചന്റെ ധ്യാനത്തിലാണ് അവർ സംബന്ധിച്ചത്. ആ ധ്യാനത്തിൽ സംബന്ധിച്ചപ്പോൾ ബഹുമാനപ്പെട്ട സേവ്യർ ഖാൻ വട്ടായിലച്ചൻ ആ കുടുംബത്തെ എൻ്റെ അടുക്കലേക്കാണ് അയച്ചത്. അച്ഛനൊരു പ്രത്യേകതയുണ്ട്. ചില കെട്ടുകളിൽ ചില മനുഷ്യൻ പിടഞ്ഞു കിടന്നാൽ അവൻ അഴിക്കേണ്ട സമയം ആരിലൂടെയാണ് ദൈവം ചെയ്യാൻ പോകുന്നതെന്ന് അത് കാൽക്കുലേറ്റ് ചെയ്ത് കൃത്യതയോടുകൂടി അയക്കുന്ന ഒരു അരൂപിയുടെ പ്രവർത്തനമുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ഉള്ളറകളിൽ പരിശുദ്ധാത്മാവ് കൊടുക്കുന്നു. എൻ്റെ അടുത്ത് വന്നു. പ്രിയപ്പെട്ടവരെ, വെട്ടിയാൽ ഒരു തുള്ളി ചോര ഭാര്യയുടെ മുഖത്തില്ല. കണ്ണുനീരൊഴുകി ഒഴുകി 2 കൺതടങ്ങളും തയമ്പ് വീണ ഒരമ്മ. പ്രൈസ് ദി ലോർഡ്.
സങ്കടം കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത കുടുംബം. അവരുടെ കണ്ണുനീരും കൗൺസിലറായ ഞാനും കരഞ്ഞുപോയി. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ കണ്ണുനീരും ആ കുടുംബത്തിൻ്റെ കണ്ണുനീരും ഒരു കൗൺസിലറുടെ കണ്ണുനീരും മുഴുവനും കൂടി ചാലിച്ച് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഈ കണ്ണുനീര് കണ്ട് നീ കടന്നു പോകരുത്. കാരണം 20 കോടിയാണ് കടബാധിതയെങ്കിലും 20 കോടിയല്ല വലുത്, നീ മക്കളുടെ ജീവനാണ് വലുത്. ഈ ജീവനെതിരെ വന്നിരിക്കുന്ന ഈ പൈശാചിക ചിന്ത നീ തകർത്ത് കളയണമെന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, അത്ഭുതമെന്ന് പറയട്ടെ, കണ്ണുനീര് ദൈവത്തിന്റെ കണ്ണുനീരിൽ ചാലിച്ച് ദൈവം അവർക്കൊരു മുന്നറിയിപ്പ് കൊടുത്തു. നിങ്ങൾ സങ്കടപ്പെടേണ്ട, കാരണം നിങ്ങൾ നിങ്ങളുടെ കടബാധിതയെ ചൊല്ലി വിഷമിക്കേണ്ട, ഞാൻ തന്ന ജീവിതം നശിപ്പിക്കേണ്ട. കാരണം നിങ്ങളുടെ കണ്ണുനീർ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, നിങ്ങളുടെ അലച്ചില് ഞാൻ എണ്ണി തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ ധൈര്യമായിരിക്കാൻ പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചു. ആശ്വസിപ്പിച്ചതിന് ശേഷം ഇങ്ങനൊരു വാക്ക് ഈശോ കൂട്ടിച്ചേർത്തു. അവരുടെ വഴിമുട്ടി നിൽക്കുന്ന ബിസിനസ് മേഖലകൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തുറന്നു പ്രവർത്തിക്കും എന്ന് പറഞ്ഞിട്ടാണ് അവരെ യാത്രയാക്കിയത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആ കുടുംബം എറണാകുളത്ത് വളരെ ഭംഗിയായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർ ജീവിക്കുന്നു. അവർ യോനയെപ്പോലെ നടുക്കടലിൽ പാതാളത്തിൽ വലിച്ചെറിയപ്പെട്ട് വെള്ളത്താൽ മൂടപ്പെട്ട കുടുംബത്തെ അഗാധ ഗർത്തത്തിൽ നിന്ന് കൈപ്പിടിച്ച് പൊക്കി നിർത്തി ജീവിക്കാൻ അനുവദിക്കുന്നവനാണ് നിന്റെ ദൈവം. ഇത് ദൈവത്തിന്റെ ഒരു അപരിമയമായ പ്രത്യേകതയാണ്. മനുഷ്യൻ പാതാളത്തിൽ വലിച്ചെറിയപ്പെട്ടാലും പ്രതികൂലം അവനെ വിഴുങ്ങിയാലും അവനെ പ്രതികൂലത്തിന്റെ നടുവിൽ നിന്ന് കണ്ണുനീര് തുടച്ചു നീക്കി ജീവിതം സുഗമമാക്കി കൊടുക്കുന്ന, ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവത്തിന്റെ മുമ്പിലാണ് കുഞ്ഞെ നീ പ്രഭാതത്തിൽ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. വീണ്ടും ബൈബിളിൽ കരഞ്ഞ ഒരു സ്ത്രീയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതൊന്ന് സാമുവേലിന്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 10-ാമത്തെ വാക്യത്തിലാണ് ഒരു സ്ത്രീ കരഞ്ഞത്. ആ കരച്ചിലിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. ആ സ്ത്രീയുടെ കരച്ചിൽ എന്ന് പറഞ്ഞാൽ അവൾക്ക് വിവാഹം കഴിഞ്ഞ് മക്കളില്ലാത്ത ഒരു സ്ത്രീ ആയിരുന്നു. അവളുടെ പേര് ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നത് ഹന്ന എന്നാണ്. ഹന്ന എന്നാണ് അവളുടെ പേര്. അവൾ ഹൃദയം നൊന്ത് കരഞ്ഞു. അവൾ ഹൃദയം നൊന്ത് കരഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഹന്ന കരഞ്ഞത് വീട്ടിലിരുന്നിട്ടല്ല കരഞ്ഞത്. ഹന്ന കരഞ്ഞത് അവൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. വീട്ടിൽ നിന്ന് അവൾ പുറപ്പെട്ടു. അവൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ജെറുസലേം ദേവാലയത്തിന്റെ ബലിപീഠത്തിന്റെ മുൻപിൽ അവൾ ഇരുന്നു. പ്രൈസ് ദി ലോർഡ്. എവിടെയാണ് ഇരുന്നത്? ജെറുസലേം ദേവാലയത്തിന്റെ ബലിപീഠത്തിന്റെ മുൻപിൽ ഹന്ന ഇരുന്നു. നിങ്ങൾ ഇന്ന് എവിടെയാണ് ഇരിക്കുന്നത്? സെഖിയോൻ ധ്യാന കേന്ദ്രത്തിന്റെ ആലയത്തിന്റെ ബലിപീഠത്തിന്റെ മുൻപിലാണ് ഇന്ന് നിങ്ങൾ ഇരിക്കുന്നത്. ആണോ? ആണ്. അവൾ ഇരുന്നതും ഒരു ബലിപീഠത്തിന്റെ മുൻപിലാണ്. അവളുടെ കരച്ചിലിനൊരു പ്രത്യേകതയുണ്ട്. മനുഷ്യൻ കരയുന്നുണ്ടെങ്കിൽ ആ കരച്ചിലിന്റെ പിന്നിൽ ഒരു ആവശ്യം നടക്കാനുണ്ടെന്ന് ആർക്കറിയാം? ദൈവത്തിനറിയാം. നമ്മളെക്കാൾ സൂത്രക്കാരനാണ് ആര്? നമ്മുടെ ദൈവം. ഒരു പെണ്ണ് കരഞ്ഞാൽ, ഒരാണ് കരഞ്ഞാൽ ആ കരച്ചിലിന്റെ പുറകിൽ ഒരു ആവശ്യമുണ്ടെന്ന് നിന്റെ കർത്താവിന് അറിയാം. അവൾ കരഞ്ഞു. അവളുടെ കരച്ചിലിനെ കുറിച്ച് ഇപ്രകാരമാണ് ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. എന്താണ് എഴുതപ്പെട്ടിരിക്കുന്നത്? 1 സാമുവേൽ 1-ാം അധ്യായം 10-ാം വാക്യം. അവൾ ഹൃദയം നൊന്ത് കരഞ്ഞു. എന്താണ് ചെയ്തത്? ഹൃദയം നൊന്ത് അവൾ കരഞ്ഞു. അവൾ പറഞ്ഞു, എനിക്കൊരു കുഞ്ഞിനെ നീ തരണം. പ്രിയപ്പെട്ടവരെ, ആവശ്യമുള്ളവൻ കരഞ്ഞു മേടിക്കുന്ന
ഒരു ചിത്രം നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും. ഒരുപക്ഷേ വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി മക്കൾക്ക് ജന്മം കൊടുക്കാൻ പറ്റാത്ത വിധത്തിൽ ദുഃഖത്തിന്റെ പിടിയിൽ അമർന്നു കിടക്കുന്ന ഒരു ജീവിതമാണോ നിന്റെതെങ്കിൽ ബൈബിൾ മുന്നറിയിപ്പ് തരുന്നു. ഹൃദയം നൊന്ത് കരഞ്ഞവർക്ക് കൊടുത്തവൻ ഇവിടെ സാക്ഷ്യപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എഴുതപ്പെട്ട ലിഖിതം ജീവിക്കുന്ന ലിഖിതമായതുകൊണ്ട് നിന്റെ വർഷങ്ങളുടെ ജീവിതത്തിൽ ഒരു കുഞ്ഞിനെ ജന്മം കൊടുക്കാൻ കഴിയാതെ വൈദ്യശാസ്ത്രം എല്ലാം പരാജയപ്പെട്ട് നീ നിന്റെ ജീവിതത്തിന്റെ ദുഃഖത്തിൽ ഒതുങ്ങിക്കൂടി തളർന്നു വന്നിരിക്കുന്ന ഒരു ജീവിതം ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഇന്ന് ഈ ബലിപീഠത്തിന്റെ മുമ്പിൽ ഹന്ന തന്റെ ആലയത്തിൽ വന്ന് അവൾ ഹൃദയം നൊന്ത് കരഞ്ഞു. ഇന്ന് ദൈവമക്കൾ വന്നിരിക്കുന്നത് ഒരു ആലയത്തിലേക്കാണ്, ഒരു ബലിക്കല്ലിന്റെ മുമ്പിലേക്കാണ് വന്നിരിക്കുന്നത്. ഈ ആലയത്തിൽ വന്ന് നീ നിന്റെ ഹൃദയ വിചാരങ്ങൾ, ഹൃദയ രഹസ്യങ്ങൾ അറിയുന്ന കർത്താവിന്റെ മുമ്പിൽ ഹൃദയം നൊന്ത് കരഞ്ഞാൽ കരച്ചിലിന് ഉത്തരം കൊടുക്കുന്ന സ്ഥലത്താണ് മക്കൾ വന്നിരിക്കുന്നത്. അവൾക്ക് ഉത്തരം കൊടുത്തു. അത് 3 ഗുണങ്ങളുള്ള ഒരു വ്യക്തിയാണ് ദൈവം അവൾക്ക് സമ്മാനമായി കൊടുത്തത്. ആ സമ്മാനമായി കൊടുത്ത പുത്രന്റെ പേരാണ് സാമുവേൽ. ബൈബിളിൽ പറയുന്നത് 3 മേഖലകൾ സാമുവേലിന്റെ ജീവിതത്തിൽ ഉണ്ടെന്നാണ്. എന്താണ് 3 ജീവിത ശൈലികൾ? സാമുവേൽ 1 പ്രവാചകനായിരുന്നു, 2 പുരോഹിതനായിരുന്നു, 3 ന്യായാധിപനായിരുന്നു. കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞാൽ കർത്താവ് ഗുണമുള്ളതിനെയാണ് ബാക്കിയുള്ളത്. നക്കപ്പിച്ച സാധനത്തിന് കൊടുക്കത്തില്ല. കാരണം ഗുണമേന്മയുള്ളതിനെയാണ് കരയുന്നവനെ ദൈവം കൊടുക്കാറ്. അത് ഗുണമുള്ളതിനെയാണ് ഹന്നയ്ക്ക് കൊടുത്തത്. ഹന്നയ്ക്ക് അത് കൊടുത്തതിൽ തന്നെ ഹന്ന പറഞ്ഞു, ഞാൻ ഇവന്റെ തലയിൽ ക്ഷവരക്കത്തി വെക്കുകയില്ല, തലമുന്തനം നടത്തുകയില്ല. നിനക്കായി ഞാൻ ഒരു നാസീർ വൃദ്ധക്കാരനായി ഞാൻ ഇവനെ സമർപ്പിക്കുമെന്ന്. ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ടവനെന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ട പ്രവാചകന് 3 ഗുണങ്ങളുണ്ടായിരുന്നു. അവൻ പുരോഹിതനായിരുന്നു, അവൻ പ്രവാചകനായിരുന്നു, അവൻ ഒരു ന്യായാധിപനായിരുന്നു. പ്രൈസ് അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, നിന്റെ ജീവിതത്തിൽ നീ ഇന്ന് ഹൃദയം നൊന്ത് കരഞ്ഞ് ഏതൊരു സംഭവത്തിന് വേണ്ടിയാണ് നീ ഇന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ, ഗുണമില്ലാത്ത അവസ്ഥയിലാണോ നീ വന്നിരിക്കുന്നതെങ്കിൽ, ഈ ബലിപീഠത്തിന്റെ മുമ്പിൽ ഹന്ന നൊന്ത് കരഞ്ഞ് തന്റെ ആഗ്രഹം സഫലമാക്കി എടുത്തത് പോലെ നീ ഇന്ന് ഇവിടെ ഈ ബലിപീഠത്തിന്റെ മുമ്പിലിരുന്ന് ഹൃദയം നൊന്തൊന്ന് കരഞ്ഞു നോക്കൂ. നിന്റെ ജീവിതത്തിൽ ഇടിമിന്നൽ പോലെ അവൻ്റെ ഇടപെടലുകൾ ഇറങ്ങി വരും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കണ്ണുകൾ അടയ്ക്കുന്നു, കരങ്ങൾ കൂപ്പുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ തുടങ്ങി വെച്ച വിഷയം ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 31-ാമത്തെ അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിലേക്കാണ് ദൈവജനത്തെ ക്ഷണിച്ചത്. ലിഖിതം ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, പരിശുദ്ധാത്മാവിനാലെ കണ്ണുനീരോടെയാണ് അവർ വരുന്നത്, ഞാൻ അവരെ ആശ്വസിപ്പിച്ച് തിരിച്ചയക്കും. പ്രിയപ്പെട്ട ദൈവ പൈതലെ, ആശ്വസിപ്പിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. കണ്ണുനീരിൽ മുഴുകിയ ദുഃഖ സമുദ്രത്തിന്റെ നടുവിൽ ഒരു ദിവസം വീണുപോയവനാണ് നമ്മുടെ യേശുനാഥൻ. അത് മാനവകുലത്തിന് മുഴുവൻ ഒരു ദുഃഖ സമുദ്രമായി തീർന്ന ഒരു ദുഃഖവെള്ളി യേശുവിന്റെ മുമ്പിലുണ്ടായിരുന്നു. അവനും കുരിശിൽ കിടന്നുകൊണ്ട് നിലവിളിച്ചൊരു യേശുവാണ്. പിതാവിനോട് യേശു നിലവിളിച്ചു. മത്തായിയുടെ സുവിശേഷത്തിൽ 27-ാമത്തെ അധ്യായത്തിലാണ് ആ ദൂത് എഴുതപ്പെട്ടിരിക്കുന്നത്. അവൻ കുരിശിൽ കിടന്ന് ഏലി ഏലി ലമ സബക്താനി, എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ അവിടെ നിന്നെ ഉപേക്ഷിച്ചുവോ? കുരിശിൽ കിടന്ന് നിലവിളിച്ചൊരു യേശു നമ്മുടെ മുൻപിലുണ്ട്. എന്നാൽ ലോകം മുഴുവനും ഒരു ദുഃഖവെള്ളിയായി, ദുഃഖസമുദ്രമായി ലോകം മാറിയെങ്കിൽ ഒരു ഉയർപ്പ് ഞായർ വഴി കണ്ണുനീരിന്റെ പുറങ്കുപ്പായവും ദുഃഖത്തിന്റെ സമുദ്രങ്ങളും ചവിട്ടി മതിച്ച് അവൻ തകർത്ത് രാജാതി രാജാവായി
ഇന്ന് ജനത്തിന്റെ മുൻപിൽ ഉയർത്തപ്പെട്ടവനാണ് യേശു ക്രിസ്തു. അവന്റെ മുമ്പിലാണ്, വിജയം വരിക്കുന്ന യോദ്ധാവിന്റെ മുമ്പിലാണ് കുഞ്ഞെ നീ കരഞ്ഞതെങ്കിൽ ഈ ബലിപീഠം നിനക്ക് ഇന്നത്തെ ശുശ്രൂഷകളിൽ കണ്ണുനീരിന് ഉത്തരം തരുന്നവനാണ്. രണ്ട് കരം ഉയർത്തിപ്പിടിക്കുക. ക്ഷീണത്തിലേക്ക് നോക്കരുത് കുഞ്ഞെ, നീ സങ്കടത്തിലേക്ക് നോക്കരുത്. ഒരുപക്ഷെ നീ തകർന്നവനാണ്. ഒരുപക്ഷെ കടം വന്ന് പൊറുതി കുട്ടിയ ഒരു യുദ്ധക്കളത്തിന്റെ നടുവിലായിരിക്കും കുഞ്ഞേ നീ നിൽക്കുന്നത്. ഒരുപക്ഷെ മക്കളാൽ തിരസ്കരിക്കപ്പെട്ട ഒരു ജീവിതത്തിന്റെ നടുവിലായിരിക്കും നീ ഇന്ന് നിൽക്കുന്നത്. ഒരുപക്ഷെ ഒരു കുടുംബത്തിൽ ഒരു ഭവനമില്ലാത്തതിന്റെ ദുഃഖത്തിന്റെ നടുവിലായിരിക്കും നീ നിൽക്കുന്നത്. കുഞ്ഞേ, ബൈബിൾ നിനക്ക് മുന്നറിയിപ്പ് തരുന്നു. നിന്റെ അലച്ചിലുകൾ എണ്ണി തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. യേശു കണ്ണുനീരളക്കുന്ന അളവ് പാത്രം യേശുവിന്റെ കയ്യിലുണ്ട്. അതാണ് എന്റെ കുപ്പിയിൽ, അത് ഞാൻ ശേഖരിച്ചു വെച്ചിരിക്കുകയാണ്. ഇന്നോളം വരെ നിന്റെ കൺതടങ്ങളിലൂടെ ഒഴുകിയ കണ്ണുനീരിന് ഒരു ഉത്തരം കിട്ടുവാൻ ഇന്ന് ഈ ബലിപീഠത്തിൽ അർപ്പിക്കുന്ന യേശുവിന്റെ തിരുശരീര രക്തങ്ങളിലേക്ക് ആ കണ്ണുനീരൊന്ന് ചാലിപ്പിച്ച് നീ പ്രാർത്ഥിച്ചു നോക്ക്. ഇന്ന് തിരിച്ചു പോകും മുൻപേ നീ ഇന്ന് അനുഗ്രഹം പ്രാപിക്കുന്ന മണിക്കൂറായി മാറുകയാണ്. രണ്ട് കരം ഉയർത്തിപ്പിടിച്ച് ശക്തിയോടെ ഇന്നു വരെ വിളിച്ച് പ്രാർത്ഥിക്കാത്ത നിന്റെ ഹൃദയമൊന്ന് തുറന്ന്, അതരമൊന്ന് തുറന്ന്, ചങ്കൊന്ന് തുറന്ന്, ജീവിതമൊന്ന് വിട്ടുകൊടുത്ത് യേശുവിനെ നീ ഒന്ന് വിളിക്കുക. കരഞ്ഞ് വിളിക്കുക, കരഞ്ഞ് വിളിക്കുക. കണ്ണുനീരിന് വിലയുണ്ട്, കണ്ണുനീരിന് വിലയുണ്ട്. ഒരു അത്ഭുതം പ്രവർത്തിക്കുവാൻ യേശു ഉപയോഗിക്കുന്നത് മനുഷ്യന്റെ കൺതടത്തിൽ നിന്ന് അടർന്നു വീഴുന്ന കണ്ണുനീരാണ്. രണ്ട് കൈകളും ഉയർത്തി പിടിച്ച് കരഞ്ഞ് കണ്ണുകുഴഞ്ഞ കണ്ണുകളെ യേശുവിനെ വിളിക്കുക. ശംഖുയർത്തി വിളിക്കുക. കൈകളടിച്ച്, നന്നായി കൈകളടിച്ച് വലിയ സന്തോഷത്തോടെ ഞാനല്ലയോ കരയുന്നതെന്തിനു നീ, പരസ്പരം മുഖത്തോട് മുഖം നോക്കിക്കൊണ്ട് നീ കരയരുത്. കണ്ണുനീർ തുടയ്ക്കുന്നവൻ കൂടെയില്ലേ? കൈവിടുകയില്ല ഞാൻ നിന്നെ, കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കൈകൾ ഉയർത്തിയടിച്ച് കരുതുന്നവൻ ദൈവമല്ലേ? കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ, കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കൈകൾ ഇടത്തോട്ടും വലത്തോട്ടും അടിച്ച് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഇടതും വലതും കാലുകൾ വെച്ച് ആടിയും പാടിയും കണ്ണുനീർ തുടച്ച് നീക്കുന്ന നിന്റെ ദൈവത്തെ നീ കണ്ടുകൊണ്ട് കൈയടിക്കുക. എല്ലാവരും നിന്നെ മറന്നാൽ ശരീരം വീഴുമോ? എല്ലാവരും നിന്നെ മറന്നാൽ ഞാൻ നിന്നെ മറന്നിടുമോ? നിന്റെ കരത്തിൽ നിന്നെ വഹിച്ചു എന്നും നടത്തിടും ധരയിൽ, സങ്കടങ്ങൾ മാറി നിന്നെ വഹിച്ചു എന്നും നടത്തിടും ധരയിൽ. ശക്തിയോടെ കരുതുന്നവൻ ഞാനല്ലയോ കരയുന്നതെന്തിനു നീ, കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല കൈകൾ ഉയർത്തിയടിച്ച് കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. ഇടതും വലതും നോക്കിക്കൊണ്ട് കൈയടിക്കുക. ദൈവജനത്തിന്റെ കണ്ണുനീരിനൊപ്പുന്ന ദൈവം
അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ? അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ? ചെങ്കടലിലും വഴി തുറക്കാൻ ഞാനിന്ന് ശക്തനല്ലയോ? ചെങ്കടലിലും വഴി തുറക്കാൻ ഞാനിന്ന് ശക്തനല്ലയോ? കരയുന്ന നിന്നിരുത്തി ആൾവരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ ആൾവരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കരുതുന്നവൻ ഞാനല്ലയോ, കരയുന്ന നിന്നിരുത്തി കണ്ണുനീരിന്റെ ആൾവരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ ആൾവരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കൈവിടുകയില്ല ഞാൻ നിന്നെ. കൈവിടുകയില്ല ഞാൻ നിന്നെ.